Ideas. Next topic is techniques for generating ideas. എന്താണ് ജനറേറ്റിംഗ് ഐഡിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേൾഡിലൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളെ ബിസിനസ്സൊക്കെ ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. സോ നമ്മളെ ബിസിനസ്സും ഓർഗനൈസേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമ്മൾ പുതിയ പുതിയ ഐഡിയാസും ഇന്നോവേഷൻസൊക്കെ വർക്കൗട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് മെയിൻലി 3 സ്റ്റെപ്സാണ് അവിടെ പറയുന്നത്. ജനറേഷൻ, സെലക്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. എന്താണ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ സൊല്യൂഷൻ, നമ്മുടെ പ്രോബ്ലം എന്താണ്, അതായത് നമ്മൾ ബിസിനസ്സിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടത്, അതിന് പല വിധത്തിൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. നമുക്കത് പല വിധത്തിൽ ഇന്നോവേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക, പല പല സൊല്യൂഷൻസും നമ്മൾ അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കുക. ദെൻ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിലൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവബിൾ ഇതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ തേർഡ് വണ്ണാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള സ്റ്റെപ്സ്. നെക്സ്റ്റ് വൺ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പല പല ഐഡിയാസ് ഇന്നോവേറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്കാമ്പർ എന്ന് പറയും. സ്കാമ്പർ എന്നുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ എന്താണ് നമുക്ക് മേക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ഒന്നുകിൽ പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൽ നമ്മൾ പല രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് അതിലേതാണ് ബെറ്റർ എന്നുള്ളത് കൊണ്ടുവന്നിട്ട് അത് ആ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ നമ്മൾ ഇന്നോവേറ്റ് ചെയ്ത് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ടായിരിക്കും. ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൽ ഏകദേശം ഒരു ഗ്രൂപ്പിൽ തന്നെ 6 to 10 പീപ്പിൾസ് ഉണ്ടായിരിക്കും. അതിൽ ഓരോരുത്തർക്കും ഓരോ ഐഡിയാസും ഓരോ ഇന്നോവേഷൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യുക, ഓരോരുത്തരും അവരുടെ ഐഡിയാസ് തമ്മിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 6 to 10 പീപ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 10 ഡിഫറെൻറ്റ് ഐഡിയാസ് നമുക്ക് കിട്ടും. അതിലേറ്റവും ബെസ്റ്റ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പുതിയ ക്രിയേറ്റീവ് ഐഡിയാസായിട്ട് കൊണ്ടുവരും. ഇതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. തേർഡ് വണ്ണാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ വിഷ്വലി വേ ഓഫ് പ്രസൻറ്റേഷനാണ്. വിഷ്വൽ വേ ഓഫ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ടെക്നിക്ക് എന്ന് പറയാം. ഓക്കെ, അതായത് ഇമേജ് കണക്ഷൻസ് എല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ ഇൻഫോർമേഷൻസിൻ്റെ അല്ലെങ്കിൽ ഐഡിയാസിൻ്റെ അതിൻ്റെ ഓരോ പീസസ് ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ ഇമേജ് എല്ലാം കണക്റ്റ് ചെയ്തിട്ട് ഒരു ഗ്രാഫിക്കൽ ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു മെയിൻ ടോപ്പിക് ഉണ്ടായിരിക്കും, എന്താണ് നമ്മൾ ഇന്നോവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് എന്താണോ എന്നുള്ളത് ഒരു മെയിൻ ടോപ്പിക് ഉണ്ടായിരിക്കും. അതിനെ റിലേറ്റ് ചെയ്തിട്ട് പല പല ടോപ്പിക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അല്ലേ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഇപ്പോൾ സിംപ്ലി വയർലെസ് ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇയറിൽ മാത്രം പാകമായിട്ടുള്ള ഒരു ഹെഡ്സെറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൽ എന്ത് ചെയ്യണം, ആ ഒരു ഇതിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ഒരു വേ കൊണ്ടുവരിക. അതായത് അതിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ബ്ലൂടൂത്ത് കണക്ഷനായിട്ടുള്ള വയേർഡ് ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു. ദെൻ അതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിൻ്റെ പല പല രീതിയിൽ നമ്മൾ അതൊരു ഹെഡിങ് ഒരു മെയിൻ ടോപ്പിക്കായിട്ട് എടുത്തിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ട് പല ടോപ്പിക്സ് നമ്മൾ അതിൻ്റെ കൂടെ എഴുതുക. ദെൻ അതിന് സബ് ടോപ്പിക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ എഴുതിയിട്ട് അതെല്ലാം റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും കണക്ഷൻസ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് പുതിയൊരു ഇന്നോവേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഫോർത്ത് വണ്ണാണ് സിനെറ്റിക്സ്.
സിനെറ്റിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പ്രോബ്ലം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടെക്നിക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാം. ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക മീൻസ് അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം അൺകണക്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. എന്നിട്ട് അതിനെ വീണ്ടും റീജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ അങ്ങനെ റീജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിലെ എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്ലേസിൽ അത് എവിടെയാണോ നമുക്ക് മനസ്സിലായത് ആ ഒരു പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക. അത് ഏത് രീതിയിലായിരിക്കും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതെന്നുള്ളതൊക്കെ നോക്കുക. നെക്സ്റ്റ് 5th വണ്ണാണ് സ്റ്റോറി ബോർഡിങ്. ആക്ച്വലി ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കുന്നതിനെക്കാട്ടിലും കാര്യങ്ങൾ നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴാവും, അതുപോലെ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ച് മനസ്സിലാക്കുമ്പോഴുമാണ് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുമ്പോഴും കൂടിയാണ്. അപ്പോൾ സ്റ്റോറി ബോർഡിങ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഐഡിയ അതെന്തായിരിക്കോട്ടെ ആ ഐഡിയൻ്റെ സ്റ്റോറി ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് അത് ഏത് രീതിയിലായിരിക്കണം, അതിൻ്റെ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് ഒരു കംപ്ലീറ്റ് ഒരു പേപ്പറിൽ റൈറ്റ് ചെയ്ത് വെക്കുക. ഒരു സ്റ്റോറി ബോർഡ് എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതിൽ പിക്ചേഴ്സോ ഇല്ലുസ്ട്രേഷൻസോ എന്തു കാര്യങ്ങളാവട്ടെ അതെല്ലാം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്യുക. അതാണ് സ്റ്റോറി ബോർഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോറി ബോർഡ് നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടേക്കാണ് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കേണ്ടത്, എവിടെയാണ് പുതിയ ഡെവലപ്മെൻറ്റും ചേഞ്ചസൊക്കെ വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതാണ് സ്റ്റോറി ബോർഡിങ് എന്ന് പറയുന്നത്. 6th വൺ റോൾ പ്ലേയിങ് എന്ന് പറയുന്നത് നമ്മൾ മൈൻഡ് മാപ്പിംഗ് എന്നുള്ള ടെക്നിക്സ് അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഓരോ പീപ്പിൾസിനും ഓരോ റോൾസ് ഉണ്ടായിരിക്കും. ആ റോൾസ് വെച്ചിട്ട് അവരെന്ത് ചെയ്യുക, അവരുടെ കാര്യങ്ങൾ പുതിയ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു പുതിയ ഇന്നോവേഷൻസ് ആക്കിയിട്ട് മാറ്റുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ആട്രിബ്യൂട്ട് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഈ ഒരു ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം റെക്കഗ്നൈസ് ചെയ്യും. എന്നിട്ട് ഇതിനെ പാർട്സ് ആക്കിയിട്ട് പിക്ചോറിയൽ റെപ്രസെൻ്റ് ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അതിനെ കംപ്ലീറ്റ് എന്താണ് നമ്മളെ ഓവറോൾ സിസ്റ്റം, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കും. എന്നിട്ട് അതിനെ പാർട്സ് ആക്കിയിട്ട് ഒരു പിക്ചറോറിയൽ റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ട് മാറ്റും. ദെൻ ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും അതുപോലെ ഫങ്ഷൻസും എല്ലാം നോട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിലെന്തെങ്കിലും അപ്ഡേഷൻസ് ഇതിൽ ഫിസിക്കലി ആണോ അല്ലെങ്കിൽ ഫങ്ഷണലി നമ്മൾ എന്തെങ്കിലും അപ്ഡേഷൻസ് കൊണ്ടുവരണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ആട്രിബ്യൂട്ട് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിഷ്വലൈസേഷൻ ആൻഡ് വിഷ്വൽ പ്രോംപ്റ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരു വിഷ്വലൈസേഷനിൽ നമുക്ക് അല്ലെങ്കിൽ ഗ്രാഫിക്കലി പിക്ചോറിയലി നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്രൊഡക്റ്റ് അത് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വലി തിങ്ക് ചെയ്യുക. നമ്മളെ മൈൻഡിൽ തന്നെ വിഷ്വലി അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുക. എന്നിട്ട് തിങ്ക് ചെയ്ത് നമ്മൾ ഒരുപാട് പിക്ചേഴ്സ് നമ്മളെ മൈൻഡിലേക്ക് വരും. അപ്പോൾ ഈ ഓരോ പിക്ചേഴ്സിനെ നമ്മൾ കണക്റ്റ് ചെയ്യുക. എന്നിട്ട് കണക്റ്റ് ചെയ്തിട്ട് എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്, ഇതെല്ലാം കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതാണ് വിഷ്വലൈസേഷൻ ആൻഡ് വിഷ്വൽ പ്രോംപ്റ്റിൽ പറയുന്നത്. 9th വണ്ണാണ് മോർഫോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രക്ചർ വൈസ് അനാലിസിസ് ആണ്. ഒരു സ്ട്രക്ചർ വൈസ് അനാലിസിസ് ആണ് എന്ത് മോർഫോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു പ്ലേസിൽ നമുക്ക് വേറൊരു പ്ലേസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം, അവിടെ നിന്ന് മാറ്റണം, ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഒന്നില്ലെങ്കിൽ നമുക്ക് വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ട്, അതായത് കാറ്, ബസ്, ഏത് രീതിയിലും നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ നടത്താം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ സോഴ്സസുകൾ യൂസ് ചെയ്യാം. അതായത് എൻജിൻ അല്ലെങ്കിൽ പ്രസ്ഡ് എയർ, ഇലക്ട്രിക്കൽ മോട്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ മീഡിയം യൂസ് ചെയ്യാം, എയറോ വാട്ടറോ അതുപോലെ ഓയിലോ
എന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ ഹാർഡ് സർഫസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിലാണോ നമ്മളതിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തിങ്ക് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിൽ അപ്ഡേഷൻസൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേഷൻസ് വരുത്താം. നെക്സ്റ്റ് 10th വണ്ണാണ് ഫോഴ്സ്ഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഫോഴ്സ്ഡ് റിലേഷൻഷിപ്പിൽ ഇത് എന്ന് പറയുന്ന ഒരു യുണീക്ക് ഐഡിയയാണ്. യുണീക്ക് ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോഴ്സ്ഡ് റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുക. ദാറ്റ് മീൻസ് അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് വെക്കുക. അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഷബാന സെമിനാർ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് മീൻസ് ഒരു കാൽക്കുലേറ്ററും അതുപോലെ ഒരു ടച്ച് സ്ക്രീനും അല്ലേ. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ പകരം നമ്മൾ ടച്ച് സ്ക്രീൻ കൊണ്ടുവരുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ രണ്ട് അൺറിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, എന്ത് പുതിയ ഐഡിയാസ് ഏത് രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫോഴ്സ്ഡ് റിലേഷൻഷിപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഈ ഒരു ടെക്നിക്സായിട്ട് പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഇന്നോവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ടെക്നിക്സുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പുതിയ പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൽ പുതിയ ഇന്നോവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലിറ്ററേച്ചർ സർവേ. ലിറ്ററേച്ചർ സർവേ എന്ന് പറയുന്നത് മെയിൻലി അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് അനലൈസിങ്, സമ്മറൈസിങ്, ഓർഗനൈസിങ് ആൻഡ് പ്രസൻറ്റിങ് നോവൽ കൺക്ലൂഷൻ ഫ്രം റിസൾട്ട് ഓഫ് ടെക്നിക്കൽ റിവ്യൂ ബേസ്ഡ് ഓൺ സ്കോളർലി ആർട്ടിക്കിൾസ് ദാറ്റ് ഹാസ് ബീൻ പബ്ലിഷ്ഡ്. അതായത് ഓൾറെഡി പബ്ലിഷ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നോവൽസോ അങ്ങനെ എന്തെങ്കിലും പ്രസൻറ്റേഷൻസോ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു അനലൈസേഷൻ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് സമ്മറൈസിങ്, ഓർഗനൈസിങ് ആൻഡ് പ്രസൻറ്റിങ്, ഇതെല്ലാം കൂടി ചെന്നിട്ടുള്ള ആ ഒരു വേ ഓഫ് പ്രോസസ്സിനെയാണ് നമ്മൾ ലിറ്ററേച്ചർ സർവേ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി കാര്യങ്ങൾ നമ്മൾ റിസർച്ചേഴ്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർവേ നടത്തുക. പല സർവേ നടത്തുമ്പോൾ പല ഡിഫറെൻറ്റ് പീപ്പിൾസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസും അതിനെക്കുറിച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്കിങ്ങും ആയിരിക്കും. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് മൈൻഡിൽ തോന്നുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങളിൽ പലർക്കും തോന്നുന്നത്. 11 പേഴ്സൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 11നും ഓരോ ഡിഫറെൻറ്റ് തിങ്കിങ് ആയിരിക്കും. അതേത് രീതിയിലാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന രീതിയും നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു സർവേ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഓരോന്നിനെയും ഡിഫറെൻ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ഒരു കാര്യം നമുക്ക് തിങ്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ റിസർച്ചേഴ്സിന് ഇതൊന്നും കൂടെ ഈസി ആയിരിക്കും. അവരുടെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒന്നുകൂടി അതിൽ ചേഞ്ചസ് വരുത്തണം എന്നുള്ളതൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ലിറ്ററേച്ചർ സർവേ കൊണ്ട് ഒന്നുകൂടെ ഈസി ആയിരിക്കും. നെക്സ്റ്റ് ലിറ്ററേച്ചർ സർവേയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പഠനങ്ങൾ എന്താണോ അതിന് നല്ല കൃത്യമായിട്ട് അല്ലെങ്കിൽ യുക്തിപരമായിട്ട് വിമർശിക്കുക എന്ന് പറയുമ്പോൾ അതിന് നേരെ ഒപ്പോസ് ചെയ്യുക, ആദ്യമുള്ളതിനെ ഒപ്പോസ് ചെയ്യുക. ദെൻ അപ്പോൾ പുതിയ ഡിബേറ്റുകൾ പോലെ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പലർക്കും. അതുപോലെ റിസർച്ചേഴ്സിലേക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് പലർക്കും പല ഐഡിയാസ് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ചിന്തിക്കുന്ന പോലെ അല്ല പലരും ചിന്തിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾ വഴി എനിക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ ലിറ്ററേച്ചർ സർവേ അതിനെക്കുറിച്ചിട്ടുള്ള പ്രീവിയസ് വർക്ക്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ നോളജ് സമ്മറിയൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ അപ്രോച്ചസ് ആണ്.
അതിൽ ക്വാളിറ്റേറ്റീവ് അപ്രോച്ചസും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചസും ഉണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് സ്റ്റഡീസ് ആർ യൂഷ്വലി ഡ്രിവൺ ബൈ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രീവിയസ് നോളജ് വെച്ചിട്ടാണ്. ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിത്ത് സ്പെസിഫിക് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഇൻ മൈൻഡ് based on conducting a broad literature review before data collection commences. ഡാറ്റ കളക്ഷന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിറ്ററേച്ചർ റിവ്യൂ, പ്രീവിയസ് നോളജിനെ കുറിച്ചിട്ടുള്ള ഒരു ലിറ്ററേച്ചർ റിവ്യൂ നടത്തുക. ഓക്കെ, എന്നിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ് ടിപ്പിക്കലി അഡോപ്റ്റ് എ ലെസ് സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു ഡു ലിറ്ററേച്ചർ റിവ്യൂ അറ്റ് ഔട്ട്സെറ്റ്. അതിൻ്റെ ഒരു ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ഒരു ലെസ് സ്ട്രക്ചേർഡ് അപ്രോച്ചാണ് ഇതിലേക്ക് നമ്മൾ ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത്. ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു നോളജ് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു നോളജ് പ്രൊവൈഡ് ചെയ്യുകയാണ്, ഇൻഫോർമേഷൻ സോഴ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു നോളജ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന സോഴ്സ് അത് പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് നെറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബുക്സിൽ നിന്നോ അല്ലെങ്കിൽ പല പ്രീവിയസ് ആയിട്ടുള്ള പല റിലേറ്റഡ് ബുക്സിൽ നിന്നൊക്കെ ആയിരിക്കും ഞാൻ ഈ ഒരു ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റോ പിക്ചേഴ്സോ ഓർഗനൈസേഷൻസോ മുന്നേ ഉള്ള പല സ്പീച്ചേഴ്സോ ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫോർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട്. ഇനി ഈ ഒരു ഇൻഫോർമേഷൻ സോഴ്സിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് ആ ഇൻഫോർമേഷൻ സോഴ്സസ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ മെയിൻലി രണ്ട് ടൈപ്പാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഡോക്യുമെൻ്ററി സോഴ്സസ് ആൻഡ് നോൺ ഡോക്യുമെൻ്ററി സോഴ്സസ്. ഡോക്യുമെൻ്ററി സോഴ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ കാണുന്നുണ്ടായിരിക്കും, അതിൽ വരുന്നത് പ്രൈമറി സോഴ്സസ് ഉണ്ട്, അതുപോലെ സെക്കൻഡറി സോഴ്സസ് ഉണ്ട്, ടേർഷ്യറി സോഴ്സസ് ഉണ്ട്. ഡോക്യുമെൻ്ററി സോഴ്സസിൽ നോൺ ഡോക്യുമെൻ്ററി സോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ ഫോർമൽ സോഴ്സസ് ആൻഡ് ഇൻഫോർമൽ സോഴ്സസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡോക്യുമെൻ്ററി സോഴ്സസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിൽ ഞാൻ പറഞ്ഞു പ്രൈമറി സോഴ്സസ്, സെക്കൻഡറി സോഴ്സസ് ആൻഡ് ടേർഷ്യറി സോഴ്സസ് ആണ്. പ്രൈമറി സോഴ്സസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളൊരു കാര്യം ഡിസ്കവർ ചെയ്യാം, ഒരു കാര്യം ഞാൻ ഫസ്റ്റായിട്ട് ഇന്നോവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻഫോർമേഷൻസ് ആയിരിക്കും അല്ലേ, അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഫസ്റ്റായിട്ടുള്ള ഇതായിരിക്കും. അതുപോലെ അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനൊരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇന്നേ വരെ ആരും കണ്ടുപിടിക്കാത്തൊരു കാര്യം ഞാനതിൽ എഴുതി വെക്കുകയാണ്. അപ്പോൾ അതാണ് ഒറിജിനൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഒറിജിനൽ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഐഡിയാസ് ആവും ഇതിൽ മെയിൻലി ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈമറി സോഴ്സസിൻ്റെ മെയിൻലി എക്സാമ്പിൾസ് ആണ് ബുക്സ്, പീരിയോഡിക്കൽസ്, കോൺഫറൻസ് പേപ്പേഴ്സ്, റിസർച്ച് മോണോഗ്രാഫ്സ്, റിസർച്ച് റിപ്പോർട്ട്സ്, പേറ്റൻറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, തെസിസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ട്രേഡ് ലിറ്ററേച്ചർ, മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് പബ്ലിഷ്ഡ് സോഴ്സസ്. അപ്പോൾ അതുപോലെ വെബ് സൈറ്റ്, വീഡിയോ റെക്കോർഡിംഗ്, ഇതെല്ലാം എന്താണ് പ്രൈമറി സോഴ്സസ് ആണ്. നെക്സ്റ്റ് വൺ സെക്കൻഡറി സോഴ്സസ് ആണ്. സെക്കൻഡറി സോഴ്സസിൽ നമ്മൾ പ്രൈമറി സോഴ്സസിൽ നിന്ന് റെഫർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ് സെക്കൻഡറി സോഴ്സസിലേക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി സോഴ്സിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് സെക്കൻഡറി സോഴ്സസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് പ്രൈമറി സോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഡോക്യുമെൻ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. പക്ഷെ സെക്കൻഡറി സോഴ്സസ് ആകുമ്പോൾ ഓൾറെഡി ആരോ ഒരാൾ ചെയ്ത കാര്യം നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ വീണ്ടും അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. പണ്ടുള്ള പേഴ്സൺസ് അവർ കണ്ടുപിടിച്ച കാര്യങ്ങളിൽ നമ്മൾ വീണ്ടും ഒന്ന് മോഡിഫിക്കേഷൻസ് വരുത്തുകയാണ്. അപ്പം നമുക്കൊന്നും കൂടെ ഈസിയാണ്. പക്ഷേ മുന്നേ
കഴിഞ്ഞു പോയ പ്രൈമറി സോഴ്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പീപ്പിൾസിന് അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ സെക്കൻഡറി സോഴ്സാണ് ഒന്നും കൂടെ ഈസി എന്ന് നമുക്ക് പറയാം. അപ്പോൾ സെക്കൻഡറി സോഴ്സസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇൻഡെക്സ് ടൈപ്പ്, അതുപോലെ സർവേ ടൈപ്പ്, റെഫറൻസ് ടൈപ്പ് എന്നൊക്കെ വരുന്നത് സെക്കൻഡറി സോഴ്സസിലാണ്. ഇൻഡെക്സ് ടൈപ്പിൽ ഇൻഡെക്സ്, ബിബിലോഗ്രഫി, ഇൻഡെക്സിങ് പീരിയോഡിക്കൽസ്, അബ്സ്ട്രാക്റ്റിംഗ് പീരിയോഡിക്കൽസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ സർവേ ടൈപ്പിൽ റിവ്യൂ, ട്രീ സൈറ്റ് ആൻഡ് മോണോഗ്രാഫ്സ്. ദെൻ നെക്സ്റ്റ് റെഫറൻസ് ടൈപ്പിൽ എൻസൈക്ലോപീഡിയ, ഡിക്ഷണറി, ഹാൻഡ് ബുക്ക്, മാനുവൽസ്, പിന്നെ ക്രിട്ടിക്കൽ ടേബിൾസ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ ടേഴ്സറി സോഴ്സസ് എന്ന് പറയുമ്പോൾ നമ്മളീ പറഞ്ഞിട്ടുള്ള സെക്കൻഡറി സോഴ്സസും അതുപോലെ പ്രൈമറി സോഴ്സസിൻ്റെയൊക്കെ കളക്ഷനാണ് ടേഴ്സറി സോഴ്സസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ടേഴ്സറി സോഴ്സസ് ആയിട്ട് മെയിൻലി വരുന്നത് ബിബിലോഗ്രഫി ഓഫ് ബിബിലോഗ്രാഫീസ്, ദെൻ അൽമനാക്സ്, ബിബിലോഗ്രാഫിക്സ്, പിന്നെ ക്രോണോളജീസ്. ദെൻ നെക്സ്റ്റ് ഡിക്ഷണറീസ് ആൻഡ് എൻസൈക്ലോപീഡിയ, directories, fact book, guide book, index, abstract bibliographies used to locate primary and secondary, then manuals, text books. ഇതൊക്കെ എന്താണ്, ടേഴ്സറി ആണ്. അപ്പോൾ പ്രൈമറി ആയിട്ട് വരുന്ന ബുക്സൊക്കെ പ്രൈമറി ബുക്സ് ആയിട്ടും സെക്കൻഡറി ആയിട്ട് വരുന്ന ബുക്സും അതുപോലെയുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയിട്ടും കിട്ടും. ദെൻ പ്രൈമറിയും കൂടെ സെക്കൻഡറിയും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന അതിൻ്റെ കളക്ഷൻസ് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ടേഴ്സറി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതോടുകൂടെ നമ്മുടെ ഈ ഒരു മൊഡ്യൂളും കൂടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഇനി ഞാൻ കോളേജിൽ പോയിട്ട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.